Hello everyone, welcome to ATC, a teaching capsule. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8th സ്റ്റാൻഡേർഡിലെ യൂണിറ്റ് 3 ആയ ലെറ്റ്സ് റീഗെയിൻ അവർ ഫീൽഡ് ആണ്. ഈ ഒരു ചാപ്റ്റർ ഡിസ്കഷൻ കാറ്റഗറി 2 സയൻസ്, കാറ്റഗറി 3 നാച്ചുറൽ സയൻസ്, സെറ്റ് എക്സാം, അതർ കോമ്പറ്റേറ്റീവ് എക്സാമായ PSC പോലെയുള്ള എക്സാമുകൾ എഴുതുന്നവർക്കും ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ചാപ്റ്ററിൽ പറയാനുള്ളത് ഫുഡ് സെക്യൂരിറ്റീനെ കുറിച്ചാണ്. അപ്പോൾ ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു ആരോഗ്യമുള്ള ജീവിതം നയിക്കാൻ ആവശ്യമായിട്ടുള്ള സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫുഡ് എല്ലാവർക്കും എൻഷുർ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡ് സെക്യൂരിറ്റി മീൻസ് ഇറ്റ് ഈസ് ദ സിറ്റുവേഷൻ that ensure sufficient food for everyone to lead a healthy life. അപ്പോൾ ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് സഫിഷ്യൻറ്റ് ഫുഡ് എല്ലാവർക്കും ഉണ്ടാവുക, അതിലൂടെ നമുക്കൊരു എല്ലാവർക്കും ഒരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫുഡ് സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ നമുക്കവിടെ പോവേർട്ടി ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നോ പോവേർട്ടി, പിന്നെ നോ ഹെൽത്ത് ഇഷ്യൂസ് due to lack of nutrition. അപ്പോൾ ഇതാണ് ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ, അതായത് ഫാമേഴ്സ് ഒരുപാട് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലുള്ള കുറച്ച് പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ വരുന്നതാണ് ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം. ചില സമയത്ത് പെട്ടെന്ന് ഫ്ലഡ് ഉണ്ടാവുക, ഡ്രൗട്ട്, ഹെവി റെയിൻഫോൾ, ഇതൊക്കെ ഫാമേഴ്സിനെ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഉള്ളതാണ് ഫോൾ ഇൻ പ്രൈസ്, അതായത് വില ഇടിഞ്ഞു നോക്ക്. ചില ക്രോപ്പിൻ്റെ വില പെട്ടെന്ന് തന്നെ താണു പോകും. പിന്നെ ഉള്ളത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കോസ്റ്റ്, ക്രോപ്പ് ലോസ്, ക്രോപ്പ് നാശം ഉണ്ടാകൽ, ലാക്ക് ഓഫ് സ്പേസ്, പിന്നെ ഫാമേഴ്സിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ്, പിന്നെ മിഡിൽ മാൻ്റെ ചൂഷണം, എക്സ്പ്ലോയിറ്റേഷൻ ബൈ മിഡിൽ മാൻ. പിന്നെ എൻവയറമെൻ്റൽ ഡിസ്ട്രക്ഷൻസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ ഇന്ന് ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സോയിൽ ഫെർട്ടിലിറ്റീനെ കുറിച്ച് പറയാം. അപ്പോൾ നമുക്കറിയാം, ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇനഫ് ആയിട്ടുള്ള ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് സോയിൽ ഫെർട്ടിലിറ്റീനെ കുറിച്ച് നോക്കാം. ഇപ്പോൾ പ്ലാന്റിൻ്റെ പ്രോപ്പറായ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരു 20 എലമെൻറ്റ്സ് ആവശ്യമാണ്. അതിൽ വരുന്നതാണ്, ഇതിന് നമ്മൾ എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്നാണ് പറയുക. അപ്പോൾ 20 എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണുള്ളത്. ഈ എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? പ്ലാന്റ്സിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഗ്രോത്തിന് ആവശ്യമാണ്. അപ്പോൾ അതിൽ വരുന്നതിന് എക്സാമ്പിളാണ് കാർബണ്, ഹൈഡ്രജന്, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, sulfur,
ഇപ്പോൾ സോയിലുള്ള മൈക്രോ ഓർഗാനിസം ഡീകമ്പോസിഷനിലൂടെ ഈ എസെൻഷ്യൽ എലമെൻറ്റ്സ് സോയിലിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നാച്ചുറലി നമുക്ക് ഈ എസെൻഷ്യൽ എലമെൻറ്റ്സ് സോയിലിൽ കാണാൻ വേണ്ടി പറ്റാറുണ്ട്. ഈ എസെൻഷ്യൽ എലമെൻറ്റ്സ് കൂടാതെ സോയിൽ ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ഫെർട്ടിലൈസർ. അപ്പോൾ നമ്മൾ ഫെർട്ടിലൈസറും സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സോയിലിൻ്റെ പി എച്ച് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പി എച്ച് ചെക്ക് ചെയ്ത് നോക്കും എത്ര പി എച്ച് ഉണ്ട് സോയിലിൽ നിന്ന്. അപ്പോൾ കറക്റ്റ് പി എച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് പ്രോപ്പറായിട്ട് ഗ്രോ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ സോയിൽ ടെസ്റ്റിംഗ് ആണ് നടത്താറുള്ളത്. പിന്നെയുള്ളത് നമുക്കറിയാം ബാക്ടീരിയ, ഫഞ്ചൈ, ആൽഗെ, ടെർമൈറ്റ്, ഓർത്ത്വേം. ഇതുപോലെയുള്ള മൈക്രോ ഓർഗാനിസവും സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ സോയിൽ ഫെർട്ടിലിറ്റിയിൽ പറയാനുള്ളത് 20 എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്ലാന്റ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ എസെൻഷ്യൽ എലമെൻറ്റ്സ് നമ്മുടെ സോയിലിൽ നാച്ചുറലി അവൈലബിൾ ആണ്. മൈക്രോ ഓർഗാനിസം ഡീകമ്പോസിഷൻ നടത്തിയിട്ട് ഈ എലമെൻറ്റ്സ് അവൈലബിൾ ആക്കുന്നത്. പിന്നെ പറയാനുള്ളത് നമ്മൾ സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഫെർട്ടിലൈസർ ആഡ് ചെയ്യാറുണ്ട്. സോയിലിൻ്റെ പി എച്ച് സോയിൽ ടെസ്റ്റിങ്ങിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. പിന്നെ സോയിലുള്ള ബാക്ടീരിയ, ഫഞ്ചൈ, ആൽഗെ, ടെർമൈറ്റ്, എർത്ത് ഒക്കെ സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാറുണ്ട്. അടുത്ത പറയാനുള്ളതാണ് മൈക്രോബിയൽ ഫെർട്ടിലൈസർ. അപ്പോൾ അതിൽ തന്നെ ഉണ്ട് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോ ഓർഗാനിസത്തിനെ യൂസ് ചെയ്യൽ. അപ്പോൾ മൈക്രോബിയൽ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് സബ്സ്റ്റൻസ് that contain microorganism. അപ്പോൾ മൈക്രോ ഓർഗാനിസം ഉള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ മൈക്രോബിയൽ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. ആ സബ്സ്റ്റൻസ് എന്തിന് ഹെൽപ്പ് ചെയ്യും? ടു ഇൻക്രീസ് സോയിൽ ഫെർട്ടിലിറ്റി. സോയിലിൻ്റെ ഫെർട്ടിലിറ്റി, വളം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ പറയാനുള്ളതാണ് നമ്മുടെ ബാക്ടീരിയ ആയിട്ടുള്ള ബാക്ടീരിയ ലൈക്ക് റൈസോബിയം, അസോറ്റോബാക്ടർ, റൈസോബിയം, അസോറ്റോബാക്ടർ, അസോസ്പൈറില്ലം. പിന്നെ അക്വാട്ടിക് പ്ലാന്റ് ആയിട്ടുള്ള അസോള. ഇത് നമ്മൾ എന്തിന് യൂസ് ചെയ്യാറുണ്ട്? നൈട്രജൻ ഇൻക്രീസ് ചെയ്യുക, സോയിലുള്ള നൈട്രജൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ബാക്ടീരിയ ആയിട്ടുള്ള റൈസോബിയം, അസോറ്റോബാക്ടർ, അസോസ്പൈറില്ലയും പിന്നെ അസോള അക്വാട്ടിക് പ്ലാന്റ് ആയിട്ടുള്ള അസോളയും എന്തിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്? ഇൻക്രീസ് നൈട്രജൻ ഇൻ ദ സോയിൽ. സോയിലുള്ള നൈട്രജൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മൾ ഈ മൈക്രോ ഓർഗാനിസം ഗ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഇറിഗേഷൻ കൊടുത്തിരിക്കണം, അതായത് വെള്ളം നനയ്ക്കണം. പിന്നെ ബയോ ഫെർട്ടിലൈസർ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. കെമിക്കൽ ഫെർട്ടിലൈസറും കെമിക്കൽ പെസ്റ്റിസൈഡ്സും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ മൈക്രോബ്സ് നശിച്ചു പോകും. അപ്പോൾ ഇത്രയാണ് മൈക്രോബിയൽ ഫെർട്ടിലൈസറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫാം ലാൻഡിൽ പെസ്റ്റ് വരും. ഈ പെസ്റ്റ് നമ്മൾ കൃഷി നശിപ്പിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പല മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. അതിൽ വരുന്നതാണ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, പെസ്റ്റ് ആൻഡ് നാച്ചുറൽ എനിമീസ്, ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്,
മോഡേൺ ടെക്നോളജീസും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പെസ്റ്റിനെ ടോട്ടലായിട്ട് ഡിസ്ട്രോയ് ചെയ്യും. ഇപ്പോൾ നമ്മൾ കൂടുതൽ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആഡ് ചെയ്യുമ്പോൾ അത് നമ്മളെ ഹ്യൂമൻ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാറുണ്ട്. ഇനി പെസ്റ്റ് ആൻഡ് നാച്ചുറൽ എനിമീസ്, നമുക്കറിയാം ഓരോ ജീവിക്കും അതിൻ്റെ നാച്ചുറൽ എനിമീസ് ഉണ്ട്. ആ നാച്ചുറൽ എനിമീസ് ഈ പെസ്റ്റിനെ ഫുഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് പെസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ പെസ്റ്റിൻ്റെ നാച്ചുറൽ എനിമീസിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന നാച്ചുറൽ എനിമീസാണ് പ്രിഡേറ്റേഴ്സ്, പാരസൈറ്റ്സ്, പാത്തജൻസൊക്കെ. ഇവർ നമ്മുടെ പെസ്റ്റിൻ്റെ നമ്പർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അടുത്തൊരു ടെക്നിക്കാണ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റിൽ നമ്മൾ പെസ്റ്റിനെ ടോട്ടലായിട്ട് ഡിസ്ട്രോയ് ചെയ്യൂല. അപ്പോൾ പെസ്റ്റ് ആർ നോട്ട് ഡിസ്ട്രോയിഡ് ടോട്ടലി. നമ്മൾ പെസ്റ്റിനെ ടോട്ടലായിട്ട് ഡിസ്ട്രോയ് ചെയ്യില്ല. പക്ഷെ നമ്മൾ എങ്ങനെ ഇവിടെ കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പെസ്റ്റിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പ്രിവെൻറ്റ് ചെയ്യും. പ്രിവെൻറ്റ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പെസ്റ്റ്. പെസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് പറയാം ഇതൊരു എക്കോ ഫ്രണ്ട്ലി മെത്തേഡാണ്. നമുക്ക് കുറച്ച് മാത്രമേ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നിക്സ് നമ്മളെപ്പോഴും എൻകറേജ് ചെയ്യണം. അടുത്തതാണ് മോഡേൺ ടെക്നോളജി. അതായത് മോഡേൺ ടെക്നോളജി നമ്മൾ പല രീതിയിലുള്ള മോഡേൺ ടെക്നോളജീസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിൽ വരുന്ന ഫസ്റ്റ് ആയിട്ടുള്ളതാണ് അൾട്രാസോണിക് സൗണ്ട് യൂസ് ചെയ്യൽ. അൾട്രാസോണിക് സൗണ്ട് വേവ്സ് യൂസ് ചെയ്യൽ. പിന്നെ നമുക്ക് റേഡിയേഷൻസ് യൂസ് ചെയ്തിട്ട് പെസ്റ്റിൻ്റെ മൾട്ടിപ്ലിക്കേഷൻസ് കുറക്കാൻ വേണ്ടി പറ്റും. മൂന്നാമത്തേതാണ് ഫിറമോൺ ട്രാപ്പ്. അപ്പോൾ ഇങ്ങനെയുള്ള മോഡേൺ ടെക്നോളജീസ് നമ്മൾ പെസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അടുത്ത നമുക്ക് എന്താണ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് നോക്കാം. സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ ലെസ് എമൗണ്ട് ഓഫ് ഫെർട്ടിലൈസറും പെസ്റ്റിസൈഡ്സും ഒക്കെ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ബയോ ഫെർട്ടിലൈസറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ക്രോപ്പ് മാത്രമല്ല നമ്മൾ കൃഷി ചെയ്യുക, ഡൈവേഴ്സ് ആയിട്ടുള്ള ക്രോപ്സ് നമ്മൾ കൃഷി ചെയ്യാറുണ്ട്. ഇവിടെ ഒരു വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, കാരണം അതൊക്കെ നമ്മൾ ഡികമ്പോസിഷൻ നടത്തിയിട്ട് ശേഷം നമ്മൾ അത് ക്രോപ്സിന് തന്നെ വളമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിലൂടെ എന്തൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും? റെഡ്യൂസ് യൂസ് ഓഫ് ഫെർട്ടിലൈസറിൻ്റെയും പെസ്റ്റിസൈഡ്സിൻ്റെയും യൂസസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ഡൈവേഴ്സ് ആയിട്ടുള്ള ക്രോപ്സ് ആണ് ഗ്രോ ചെയ്യുക. ഡൈവേഴ്സ് ക്രോപ്സ് അഡോപ്റ്റഡ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ചെയ്യുന്നത്. സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിലൂടെ നമുക്ക് വേസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റാറുണ്ട്. ഇനി നമുക്ക് എന്താണ് HEIA, LEISA, NEISA എന്ന് നോക്കാം. അപ്പോൾ HEIA എന്ന് പറയുന്നത് ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ ആണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഹൈ ഈൽഡായിട്ടുള്ള സീഡിൻ്റെ വെറൈറ്റീസും അതേപോലെ തന്നെ പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും ഒക്കെ നമ്മൾ മുഴുവനായിട്ട് പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഹൈ എമൗണ്ട് കൊടുക്കേണ്ടി വരും. ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് LEISA വന്നത്. LEISA. അപ്പോൾ എന്താണ് LEISA എന്ന് നോക്കാം.
LEIS എന്ന് പറയുന്നത് ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആണ്. അതായത് നമ്മൾ ഫുള്ളായിട്ട് പുറത്ത് ഡിപ്പെൻഡ് ചെയ്യില്ല, നമ്മൾ കുറച്ച് സാധനങ്ങൾ മാത്രം പുറത്തുനിന്ന് വാങ്ങിക്കും. അതാണ് LEIS. ഇതും കൂടി ഒഴിവാക്കിക്കൊണ്ട്, അതായത് നമ്മൾ തീരെ പുറത്ത് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് വന്നൊരു മെത്തേഡാണ് NEIS. ഇപ്പോൾ NEIS എന്ന് പറയുമ്പോൾ നോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. അതായത് നമ്മൾ ഒട്ടും തന്നെ പുറത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എല്ലാം ഫാമേഴ്സ് തന്നെ അവരുടെ ഫീൽഡിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതായത് വേണ്ടുന്ന സീഡും മാന്യൂറും ഒക്കെ അവർ അവിടെ തന്നെയാണ്, ക്രോപ്പ് ഫീൽഡിൽ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഈ ഒരു പാഠത്തിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ്. പാർട്ട് 2 വീഡിയോയിൽ ഈ ചാപ്റ്ററിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. That's all for today. Thank you everyone.